ഇനിയും ദുരിതാശ്വാസ ക്യാമ്പുകളിലെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോഷില ചേരുന്നുണ്ട്. ജോഷില, അല്പം മുമ്പ് മന്ത്രിസഭാ ഉപസമിതി പറഞ്ഞത് ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് പോയവർക്കും ക്യാമ്പുകളിലെ സേവനം തന്നെ നൽകുമെന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 10,412 പേരാണ് ഈ 91 ക്യാമ്പുകളിലായി കഴിയുന്നതെന്നാണ് പുതിയ കണക്ക് വന്നത്. നിരവധി പേർ പല വീടുകളിലേക്ക് അവരുടെ വീടുകളിലേക്ക് മാറുകയും ചെയ്തു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. സർക്കാർ എല്ലാവിധ സംവിധാനങ്ങളും അതിൽ ഏറ്റവും ഒടുവിലായി കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത് ഈ ദുരിതബാധിതർക്ക് സൗജന്യ റേഷൻ നൽകുന്ന കാര്യത്തിലാണ്. ഒപ്പം തന്നെ സഹായധനം, ആശ്വാസ സഹായധനമായി 4 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നുള്ള ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്തകൾ, വിവരങ്ങൾ എന്താണ് ജോഷില? ചൂരൽമലയിൽ മാത്രമായി തുടങ്ങിയ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഏകദേശം 17 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ 707 കുടുംബങ്ങളാണുള്ളത്. 976 പുരുഷന്മാരും 995 സ്ത്രീകളുമാണുള്ളത്. അതേസമയം തന്നെ ഇവിടെ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദേശം 608 മുകളിൽ ഉള്ള ആളുകൾ ഇവിടെ ഇപ്പോൾ താമസിക്കുന്നുണ്ട്, ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല, അതായത് ശുചീകരണത്തിൻ്റെ കാര്യത്തിലായാലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള ഒരു ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. അത് ഒരു തരത്തിലും ക്യാമ്പിലുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവർക്ക് ഇതുവരെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ പുനരുജ്ജീവനത്തിൻ്റെ കാര്യത്തിൽ മാത്രമുള്ള അവരുടെ ആശങ്ക അത് പരിഹരിക്കാൻ എല്ലാ ദിവസവും മന്ത്രിസഭാ യോഗങ്ങൾ അടക്കം ഉപസമിതി യോഗം നടക്കുകയും അത് പരിഹരിക്കാനുള്ള ഓരോ ദിവസവും ക്യാമ്പിലുള്ളവരുടെ മനസ്സറിഞ്ഞ് അതൊക്കെ തന്നെ പരിഹരിക്കാവുന്ന വാക്കുകളാണ് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്നുള്ളതും വളരെ ആശ്വാസകരമാണ്. അതേസമയം തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ ഇവിടെയുള്ള ഇടപെടലുകൾ ഇതൊക്കെ തന്നെ വളരെയേറെ ആളുകളുടെ മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് ക്യാമ്പുകളിൽ നടക്കുന്നത്. ആരോഗ്യ പ്രവർത്തകർ വളരെ സജീവമാണ്. അതേസമയം തന്നെ ഇവിടെ ഒരു പുനരധിവാസം അല്ലെങ്കിൽ പുതിയ ജീവിതം തുടങ്ങുക എന്ന് പറയുന്നത് സാധാരണ ആഹാരവും വസ്ത്രവും മാത്രമല്ല, അതിലപ്പുറം ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള പുതിയ തലമുറയെ അടക്കം സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം തന്നെയാണ് നമ്മുടെ സമൂഹവും, അതായത് കേരളവും ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെയും ഇന്നും ഒക്കെ തന്നെ ഇവിടെ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നലെയും ഇന്നും ഒക്കെ തന്നെയായി ഇവിടെ നടക്കുന്ന മറ്റ് ടെലിഫോൺ കമ്പനികളുടെ അല്ലെങ്കിൽ മൊബൈൽ കമ്പനികളുടെ ഫോൺ വിതരണവും സിം കാർഡ് വിതരണവും എല്ലാം തന്നെ ഈ ക്യാമ്പുകളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്ക് മറ്റ് ബന്ധുക്കളുമായി സംസാരിക്കേണ്ടി വരും. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് അത്തരത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള, എല്ലാം നഷ്ടപ്പെട്ട് പൂജ്യത്തിൽ തുടങ്ങിയവരാണ്. അവർക്ക് ഇത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാക്കാൻ സന്നദ്ധ സംഘടനകളും കമ്പനികളും തയ്യാറാകുന്നു എന്നുള്ളത്, അതും സർക്കാരിനൊപ്പം ചേർന്ന് തയ്യാറാവുന്നു എന്നുള്ളത് ഏറെ അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു കാലം എന്ന് പറയുന്നത് അത്തരത്തിൽ മനുഷ്യനെ പുനരുജ്ജീവനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്ന ഒരു രീതിയിലേക്കാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത് എന്നുള്ളതാണ്. SBI ഇന്ന് ഇവിടെ കാർഡ് അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ നഷ്ടപ്പെട്ടവർക്കായി പുതിയ പദ്ധതികളുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് ടെലിഫോൺ നമ്പർ നൽകിയാൽ ഈ പദ്ധതികൾ ഫണ്ടുകൾ അല്ലെങ്കിൽ ഇവരുടെ പണം തിരിച്ചെടുക്കാവുന്ന രീതിയിലുള്ള സഹായങ്ങളുമായി അവർ ഇന്ന് ഇവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ്. ഇവിടെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ എപ്പോഴും സജീവമാണ് എന്നുള്ളതാണ്. നമുക്ക് അവരോട് ചോദിക്കാം, എങ്ങനെയാണ് നിങ്ങളൊക്കെ തന്നെ ഇവിടെ കുറേ ദിവസമായി ഇവിടെ സംഘടിച്ച് നിൽക്കുകയാണ്, ആളുകൾക്കിടയിലേക്ക് പ്രവർത്തനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, ക്യാമ്പ് പ്രവർത്തനങ്ങളുമായിട്ട് എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഒരു രീതികൾ എന്നുള്ളതൊന്നും കൂടി ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ കാണാത്ത രൂപത്തിലുള്ളൊരു ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ആ ഘട്ടത്തിൽ യൂത്ത് ബ്രിഗേഡ് എന്ന നിലയിൽ DYFI എന്ന നിലയിൽ എല്ലാ മേഖലയിലും സാധ്യമായ ഇടപെടലെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ വേളയിൽ നമ്മൾ ചെയ്തിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ്. ആ ദുരന്തം നടന്ന ഘട്ടത്തിൽ തന്നെ അവിടെ എത്തുകയും സാധ്യമാവുന്ന രക്ഷാപ്രവർത്തനം നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ക്യാമ്പിലുള്ള ആളുകൾ അവരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം. ഉറ്റവരും ഉടയവരുമെല്ലാം നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്, വീടുകളെല്ലാം നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അവർക്ക് ആശ്വാസം പകരുന്ന രൂപത്തിൽ എങ്ങനെ എല്ലാം പ്രവർത്തിക്കാൻ കഴിയുമോ ആ നിലയിൽ എല്ലാ പ്രവർത്തനവും ഏറ്റെടുക്കുകയാണ്. എല്ലാ ക്യാമ്പുകളിലും DYFI യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ വളരെ സജീവമായി തന്നെയുണ്ട്. ക്യാമ്പ് ഓഫീസർമാരുടെയും മറ്റുമെല്ലാം അവർ നൽകുന്ന നിർദ്ദേശപ്രകാരമാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കൊടുക്കുന്നതും അതുപോലെ ശുചീകരണ പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും DYFI യൂത്ത് ബ്രിഗേഡ് വളരെ സജീവമായി പങ്കാളിയായിട്ടുണ്ട്.
എല്ലാ സംഘടനകളും ഒരേപോലെ രംഗത്തുള്ള ഒരു നല്ലൊരു രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അത് അങ്ങനെയാണ്. തീർച്ചയായിട്ടും അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഇത്ര വലിയൊരു ദുരന്തത്തെ നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ അതിനെ നേരിടാൻ എല്ലാവരും ഒറ്റക്കെട്ടായി, എല്ലാ സംഘടനകളും, യുവജന സംഘടനകളുണ്ട്, വ്യത്യസ്ത സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിക്കുന്നത്. അത് കേരളത്തിൻ്റെ ഒരു കരുത്തായി തന്നെയാണ് അതിനെ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. കാരണം ദുരന്തമുഖത്ത് മറ്റെല്ലാ വ്യത്യസ്തതകളും മറന്നുകൊണ്ട്, സ്വന്തം ജീവൻ പോലും മറന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇവിടെയുള്ള എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പങ്കാളിയാവാൻ DYFI മുന്നിൽ തന്നെയുണ്ട്. ആ നിലയിൽ ഞങ്ങൾ വളരെ ആ കാര്യത്തിൽ സംതൃപ്തിയോടുകൂടി തന്നെയാണ് കാണുന്നത്. ഇന്നലെ AR റഹീം അടക്കം പറഞ്ഞു അത് DYFI മാത്രമല്ല എല്ലാ സംഘടനകളും ഒരുപോലെ, അതിനെ എല്ലാത്തിനെ വളരെ ബഹുമാനത്തോടെ കാണുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ചൊക്കെ എന്താ? അതാണ് തീർച്ചയായും ഞാൻ അതാണ് സൂചിപ്പിച്ചത്. നമ്മൾ DYFIയുടെ പ്രവർത്തനം മാത്രമല്ല, എല്ലാ സംഘടനകളും ആ നിലയിൽ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായിട്ടുണ്ട്. യുവജന സംഘടനകളുണ്ട്, മറ്റ് സന്നദ്ധ സംഘടനകളുണ്ട്, ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായി ചേർന്നുകൊണ്ട് നമ്മുടെ നാടിനെ ഈ സംഭവിച്ചിട്ട് ഈ അപകടത്തിൽ രക്ഷപ്പെട്ടവർക്കൊപ്പം ചേർന്നുകൊണ്ട്, ദുരിതം അനുഭവിക്കുന്നവർക്കൊപ്പം ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുകയാണ്. അത് കേരളത്തിൻ്റെ ഒരു മനസ്സാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റെല്ലാ വ്യത്യസ്തകൾക്കപ്പുറം ഒന്നുചേരുക എന്നുള്ളത് ഇത്തരം ഘട്ടത്തിൽ കേരളം എല്ലാ കാലത്തും പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു കരുത്തായി തന്നെയാണ് നമ്മൾ കാണുന്നത്. ആ കരുത്തുകൊണ്ട് നമ്മൾ ഇതിനെയെല്ലാം പ്രതിരോധിക്കും, ഇതിനെയെല്ലാം നമ്മൾ നേരിട്ടുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. സിജു, ഇതാണ് പറയാനുള്ളത്. കേരളത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സംഘടനകളെയും ഒരുമിച്ച്, എല്ലാ സംഘടനകളും ഒരുമിച്ച് ഈ ദുരന്തമുഖത്തുണ്ട് എന്നുള്ളതാണ്. അവരെല്ലാം തന്നെ പുനരധിവാസത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ ജീവിതം ഇവർക്ക് നൽകുന്നതിന്റെ കാര്യങ്ങൾ മാത്രമാണ് ആലോചിക്കുന്നത്. അതിൽ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ പ്രത്യേകത. അതൊരു സാധാരണ അടിസ്ഥാന സൗകര്യം മാത്രമല്ല, NSSന്റെ സംസ്ഥാന കോർഡിനേറ്റർ അടക്കം. ശരി, ജോഷിലയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.